ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വീണ്ടും വന്നേക്കാണ്. എല്ലാവരുടെയും ഡൗട്ടാണ് 15,000 അണ്ടർ ഓർ 15,000 കിട്ടാന്ന് വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതാണ് 15,000 ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മോട്ടറോള G57 പവർ 5G, കൂടാതെ റിയൽമി P4X 5G. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന്, അതായത് ഈ അടുത്തായിട്ട് ലോഞ്ച് ചെയ്ത രണ്ട് സ്മാർട്ട് ഫോൺ. ഇത് രണ്ടുമാണ് മെയിനായിട്ട് കമ്പാരിസൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത് രണ്ടുമുള്ള കമ്പാരിസൺ, ഇതിൽ ഏതെടുക്കണം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും അറിയാം ഇത് രണ്ടും ഏതെടുക്കണം എന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിയൽമി P4X നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 7000 mAh ബാറ്ററിയാണ്. സോ നമ്മുടെ മോട്ടോറോളൊക്കെ നോക്കുകയാണെങ്കിൽ 7000 mAh ബാറ്ററി തന്നെയാണ്. അപ്പോൾ ബാറ്ററിൻ്റെ കാര്യത്തിൽ രണ്ടും സെയിം ആണ്. ഇതിനകത്ത് ചില കാര്യങ്ങൾ സിമിലാരിറ്റി ഉണ്ട് ഇത് രണ്ടും തമ്മിൽ, ബട്ട് ചില കാര്യങ്ങൾ ഡിഫറെൻ്റ് ഉണ്ട്. എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടിലും ഏതെടുക്കണമെന്നോ നമുക്ക് ഇതിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ IP64 കൊടുത്തിട്ടുണ്ട്. പിന്നെ സെഗ്മെന്റിലെ ഫാസ്റ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് 780K, അതായത് 7800 പ്ലസ് K പ്ലസ് ANTUTU സ്കോർ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് കളർ വേരിയബിൾ അവൈലബിൾ ആണ്. സിൽവർ, ഗ്രീൻ, പിങ്ക്, ഇത് മൂന്ന് വേരിയബിളും അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ആൻഡ്രോയിഡ് 15 വെച്ചാണ് ഇത് വരുന്നത്. 6GB റാം ആണ് ഈ 15,000 റുപ്പീസിൽ കിട്ടുന്നത്. 128GB സ്റ്റോറേജ്. കൂടാതെ മോഡൽ എന്ന് പറഞ്ഞാൽ G3 എന്ന് പറഞ്ഞ മോഡലാണ്, റിയൽമിയുടെ G3 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെത്. ആൻഡ്രോയിഡ് 15 ആണ് ഇതിൻ്റെത്, അത് മെയിനാണ്. ഓക്കെ, CPU സ്പീഡ് എന്ന് പറഞ്ഞാൽ 2.6 GHz ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മോട്ടറോളയുടെ നോക്കാം. മോട്ടറോള G57 പവർ 5G. അപ്പോൾ ഇതിനെ നോക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8GB റാമാണ് ഇതിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ, 8GB റാം. മറ്റേ 6GB റാമാണ്, ഇത് 8GB റാമാണ്. 2GB റാമിൻ്റെ വ്യത്യാസമുണ്ട് ഈ 15,000 രൂപക്ക്. ഒരു 84 റുപ്പീസാണ് ഇതിന് കൂടുതൽ. ഇത് മോട്ടറോളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15,184, മറ്റേതിന് 15,100 റുപ്പീസ്. ഓക്കെ, 33 വാട്ട്സിൻ്റെ ടർബോ പവർ ചാർജാണ് ഇതിൽ വരുന്നത്. 7000 mAh ബാറ്ററി തന്നെയാണ്. അപ്പോൾ ഇതിൽ 33 വാട്ട്സിന് ചാർജിങ് ആണ് വരുന്നത്. IP64, മറ്റേതിലും IP64 തന്നെയാണ്. 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 600 MP പ്ലസ് 8 MP അൾട്രാ വൈഡ് ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. സോണിയുടെ ക്യാമറയാണ്, അത് അറിയാലോ, സ്പെഷ്യൽ ഫീച്ചറാണ്, സോണിയുടെ ക്യാമറയാണ്. പിന്നെന്താ 128GB സ്റ്റോറേജ്. അത് മറ്റേതിലുള്ള പോലെ പ്രൊസസ്സർ നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ട കാര്യമാണ്. സ്നാപ്ഡ്രാഗൺ 6 Gen പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 4 Gen പ്രൊസസ്സറാണ്. 4 Gen പ്രൊസസ്സർ. അപ്പോൾ ഇതിന് ചെറിയ വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ പ്രൈസിൻ്റെ. എനിക്ക് തോന്നുന്നു ആ പ്രൈസ് റേഞ്ചിൽ മോട്ടറോള G57 ഇതാണ് ബെസ്റ്റ് മോഡൽ എന്നാണ് തോന്നുന്നത്. സ്നാപ്ഡ്രാഗൺ 4S ഞാൻ പറഞ്ഞ പോലെ തന്നെ സോണിയുടെ ക്യാമറ, 7000 mAh ബാറ്ററി. വേറെന്താ, പിന്നെ ഗെയിം കളിക്കാൻ ഈ ഫോൺ ബെസ്റ്റാണ്. പക്ഷെ നമ്മൾ ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഗോറില്ല ഗ്ലാസ് ആണ് വരുന്നത്. ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ 7i ഇതാണ് വരുന്നത്. അതും ഇതിൻ്റെ മെയിൻ ഫീച്ചറാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് പിന്നെ സിം എന്ന് പറയുമ്പോൾ നാനോ സിമ്മാണ്. പക്ഷേ ഇതിനകത്താണ് വൈഫൈ ബാൻഡ് കൂടുതൽ, 5G ബാൻഡ് കൂടുതൽ ഇതിലാണ്. ആൻഡ്രോയിഡ് 16 വെച്ചാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ആൻഡ്രോയിഡ് 16 ആണ്, മറ്റേത് ആൻഡ്രോയിഡ് 14 ആണ്. പിന്നെ ഇതിനകത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഗോറില്ല ഗ്ലാസ് 7 ഉണ്ട്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ എൻ്റെ ഒപ്പീനിയൻ മാത്രമല്ല, ഈ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് മോട്ടറോള G57 പവർ 5G തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ 8GB റാമാണ്, ഗോറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്, 33 വാട്ട്സിൻ്റെ സ്മാർട്ട് ചാർജിങ് തരുന്നുണ്ട്. ഇതന്നെ മതിയല്ലോ നമുക്ക് ഇത് തന്നെ എടുക്കാൻ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. മോട്ടറോള G57 പവർ ബെസ്റ്റ് ഫോണാണ് 15,000 പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. ബൈ.